വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തോട് ചേർന്ന് നിർമ്മിച്ച അനധികൃത ടോയ്ലറ്റുകൾ വടകര നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും മാലിന്യം പൊതു ഇടങ്ങളിലേക്ക് ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടത്തിയ പരിശോധനയിലാണ് അനധികൃത ടോയ്ലറ്റുകൾ കണ്ടെത്തിയത്. നാഷണൽ ഹൈവേയിൽ പണി നടക്കുന്നതിനിടയിലാണ് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് അന്ന് നാഷണൽ ഹൈവേ ജോലികൾ നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ ഇടപെട്ട് ശൗചാലയം താൽക്കാലികമായി പൂട്ടിക്കുകയായിരുന്നു. മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയതോടുകൂടിയാണ് വീണ്ടും തുറക്കാൻ അനുമതി നൽകിയത്. നഗരസഭയുടെ പരിശോധനയിൽ കണ്ടെത്തിയ അനധികൃത ടോയ്ലറ്റുകൾ നടത്തിപ്പുകാരനോട് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ടോയ്ലറ്റുകൾ പൊളിച്ചു നീക്കി തുടങ്ങിയതെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KM ഷൈനി പറഞ്ഞു. നമ്മളിപ്പോൾ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൺവേർട്ടിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാലിന്യ പ്രശ്നം നഗരസഭയുടെ ശ്രദ്ധയിൽ ആദ്യമായി പെട്ടത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ നഗരസഭ എന്നുള്ള രീതിയിൽ ചെയർമാൻ ഉൾപ്പെടെ ഹെൽത്ത് വിഭാഗം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ സന്ദർശിച്ച് ആ സമയത്താണ് നമുക്ക് അവിടെ ഒരു അനധികൃതമായി ബാത്റൂം 2-3 ബാത്റൂം അനധികൃതമായിട്ട് അവിടെ കെട്ടിയിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും കൂടി വിളിച്ചുകൊണ്ട് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നഗരസഭ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അന്ന് നോട്ടീസ് കൊടുത്ത് അത് പൊളിച്ചു മാറ്റേണ്ട ഇടപെടലുകളും നഗരസഭ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ അത് പൊളിച്ചു നീക്കി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് മലിനജലം ഉൾപ്പെടെ ഒഴുകിയത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബാത്റൂം മാലിന്യം ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ ആയ നിലയിലാണ് ഞങ്ങൾ പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ച. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഹെൽത്ത് വിഭാഗം എത്രയും പെട്ടെന്ന് അതിൻ്റെ നടത്തിപ്പുകാരനോട് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം കൊടുത്തത്. അത് 3 ദിവസങ്ങളിലായാണ് കോഴിക്കോട് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് അത് നീക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത്രയും ദിവസം നമ്മൾ അവിടെയുള്ള ബാത്റൂം അടച്ചിടുക ചെയ്തത്. അതിനുശേഷം ആ ചെക്ക് ചെയ്ത് കൊണ്ടുപോയി അതിന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബാത്റൂം തുറന്നു കൊടുക്കാനുള്ള അനുമതി വിടുന്ന നഗരസഭ എന്നുള്ള രീതിയിലേക്ക്